കുക്കറിൽ നമ്മുടെ കുക്കറിനകത്ത് ചക്കക്കുരു 3 വിസിൽ വരെ വേവിക്കണം. ഈ കുക്കറിനകത്തിട്ട് ഒരു ഈക്വൽ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. ചക്കക്കുരു പ്രഷർ കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ വെളുത്ത പാടയുണ്ടല്ലോ അതെടുത്ത് കളയണം. പക്ഷേ ബ്രൗൺ കളയാതെ എന്നിട്ട് ചെറുതായിട്ട് ഞുറുക്കി സൂക്ഷിക്കാം. ചക്കക്കുരുവിൻ്റെ ഏറ്റവും പുറത്തെ ആ വെള്ള തൊലി പൊളിച്ച് കളഞ്ഞ് ആ ബ്രൗൺ നിറത്തിലുള്ളത് വെച്ചുകൊണ്ട് വേണം ഇതുപോലെ ഞുറുക്കിയെടുക്കാൻ. ഇത് ഇനി സിപ്ലോക്കിലോ വല്ലതും സൂക്ഷിച്ചാൽ പല കറികൾക്കും എടുക്കാം. ഇത് ചീരത്തോരൻ്റെ കൂടെ ചേർക്കാം. ഇത് ഏത്തയ്ക്കയോട് ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പൊട്ടറ്റോട് ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അങ്ങനെ ഓരോന്നും ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ചൂടായ നോൺ സ്റ്റിക്ക് പാനിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലോട്ട് കറിവേപ്പിലയുടെ കൂടെ തന്നെ രമ്പ ലീഫ് എല്ലാം ഇടുന്നു. ഈ കൂട്ടിലോട്ട് ചേർക്കാനായിട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് മൈക്രോവേവിനകത്ത് വഴറ്റി വെച്ചിരിക്കുന്നു. പിന്നീട് ഈ സവോള ചേർക്കണം. സവോളയുടെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് വഴറ്റണം. ഈ ചേർക്കുന്ന കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെടിമരുന്നുണ്ടല്ലോ, അതായത് ഉള്ളി, വെളുത്തുള്ളി, ജീരകം, പെപ്പർ അതുകൂടെ ചേർത്ത് വഴറ്റാം. എല്ലാം നന്നായിട്ട് വഴന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് പിന്നീട് ആ കൂടെ തന്നെ പൊട്ടറ്റോയും കൂടെ ചേർത്ത് ഇളക്കാം. പൊട്ടറ്റോ ചേർത്ത് ഇളക്കി മൂടി വെച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് വേകട്ടെ. അതിനകത്ത് ആവശ്യമുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഊറി വരും. കാരണം അതിൻ്റെ മസാലയെല്ലാം ചേർന്നിരിക്കുന്നതുകൊണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ നിങ്ങളൊരു ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂണ് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എനിക്കിപ്പോൾ വെള്ളം വേണ്ട, കാരണം ഉപ്പിനകത്ത് കിടന്നത് ചെറുതീയിൽ വെന്ത് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഏതാണ്ട് നന്നായിട്ട് വെള്ളം വറ്റി വെന്ത് ഇരിപ്പുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാനുള്ള കൂട്ടുകാരൻ ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ചക്കക്കുരു സ്വല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് പൊട്ടറ്റോയുടെ കൂടെ ചേർക്കാം. അങ്ങനെ ഒരു കൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഏതാണ്ട് അരഭാഗം കുക്കിംഗ് കഴിഞ്ഞു. കൂട്ട് മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. പൊട്ടറ്റോയും ചക്കക്കുരുവും ചേർന്ന് നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമുണ്ട് ഇതിന്. കാരണം രമ്പ ലീഫിൻ്റെയൊക്കെ മണവും രുചിയും ആസ്വദിച്ച് കഴിക്കാം.